ക്യാപ്റ്റൻ്റെ ടീം ഇത്തവണ തിരഞ്ഞെടുത്ത ചുണ്ടൻ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ ടീം രണ്ടിനെക്കുറിച്ചും. ഞങ്ങളുടെ ചുണ്ടൻവള്ളം എന്ന് പറഞ്ഞാൽ വീവരം ചുണ്ടനിലാണ് നമ്മൾ ഇത്തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. ചുണ്ടൻവള്ളങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ്. വീവരം ചുണ്ടൻ കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടി മറ്റൊരു ടീമാണ് ആ വള്ളത്തെ അന്ന് നയിച്ചത്. അപ്പം അതുപോലെ തന്നെ CBL ചാമ്പ്യന്മാരുമാണ്. അപ്പോൾ ആ ടീമും ആ ക്ലബ്ബും അപ്പോൾ അത് ഞങ്ങളെ വിശ്വസിച്ച് കൈനേരി വില്ലേജ് ബോട്ട് ക്ലബ്ബിനെ വിശ്വസിച്ചിട്ടാണ് ഇത്തവണ ആ വള്ളം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയുള്ള കഠിനമായ പരിശീലനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വള്ളങ്ങളിൽ മാറ്റിവെച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുറച്ച് വീണുപോയി. അതുകൊണ്ട് വീണ്ടും രണ്ടാമത്തെ ട്രയൽ തുടങ്ങാൻ അല്പം വൈകിപ്പോയെങ്കിൽ പോലും ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾ നല്ല പരിശീലനം നടത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിലെ കായിക താരങ്ങൾ, ചെറുപ്പക്കാരെ നല്ല പിള്ളേരെ, കായികക്ഷമതയുള്ള നല്ല കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ട നല്ല പരിശീലനം കൊടുത്തിട്ടുണ്ട്. നല്ല ആത്മാർത്ഥതയുള്ള അച്ചടക്കമുള്ള തുഴച്ചിൽ താരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൈവിരൽ സ്പർശമേറ്റ ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബിന് വേണ്ടി വീയപുരം ചുണ്ടനിൽ കരസ്ഥമാക്കാൻ കഴിയും, കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. അഖിലേ, ക്യാപ്റ്റൻ്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച്. എല്ലാവരും ഇപ്പം നിലവിൽ ക്യാപ്റ്റൻ ഞങ്ങളുടെ രാവിലെ ഇവിടെ വന്നപ്പോൾ അഖിലാണ് കേട്ടോ. ഇവരെല്ലാം കുട്ടികളെല്ലാം ഈ തുഴച്ചിലുകാരെ എല്ലാം റാലി ചെയ്യിച്ച് ക്യാമ്പിലെത്തിച്ച് കോച്ചിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്ന പണി കണ്ടു. അഖിലാണത് ചെയ്യുന്നത് കണ്ടത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ക്ലബ്ബ് എല്ലാവരും ഒരു കൂട്ടായുള്ള പ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇന്ന് ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ അവസാന ഘട്ട പണികളിലാണ്. എല്ലാവർക്കും ഒരു ചെറിയ ഭക്ഷണമൊക്കെ കൊടുക്കാൻ തോന്നുന്നു അല്ലേ? അതെ, രാവിലത്തെ പുഴുങ്ങിയ മുട്ടയും എന്തൊക്കെയാണ് ആ ഗുട്ടൻസ്? അത് ഓരോ രീതിയിലുണ്ട്, ഓരോ ദിവസങ്ങളിലുണ്ട്. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്താ? ഇപ്പോൾ രാവിലെ ഡേറ്റ്സ് ഉണ്ട്, ബദാമുണ്ട്, പുഴുങ്ങിയ മുട്ടയുണ്ട്, ബ്രെഡും പീനട്ട് ബട്ടറും, അങ്ങനെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. അത് കഴിഞ്ഞ് പരിശീലനത്തിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ട്. പരിശീലനം തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണത്. സ്റ്റാർട്ടറാണ് അല്ലേ? സ്റ്റാർട്ടറാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടറൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം. മെല്ലെ അവിടെ നിന്ന് മുട്ടയൊക്കെ കഴിച്ച് തുഴച്ചിൽ. ഈ ക്യാപ്റ്റൻ്റെ ചുണ്ടൻവള്ളത്തിൽ ബൈജുവിൻ്റെ നമുക്ക് എവിടെ വേണേലും പൊസിഷൻ നിൽക്കാം. ലീഡിങ് ക്യാപ്റ്റൻ എവിടെ വേണേലും നിൽക്കാം. നമുക്ക് ഇടിക്കാൻ വേണ്ടി വള്ളത്തെ നിൽക്കുന്നത് ആ വെടിതടിയുടെ അവിടെ നിൽക്കുന്ന അതിൻ്റെ മുന്നിൽ നിന്നോ അതിൻ്റെ തൊട്ട് പുറകിൽ നിന്നോ ആണ് സാധാരണഗതിയിൽ. ഒന്നിൽ മുന്നിൽ നിൽക്കും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിൽ നിന്ന്. ആ രണ്ട് പൊസിഷൻ നിന്നാലും വള്ളത്തെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. മറ്റ് വള്ളത്തിൻ്റെ ചലനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റോടെ കണ്ടിട്ടാണ് നമ്മുടെ വള്ളത്തിലെ തന്ത്രങ്ങൾ. ഒരുപക്ഷെ നമുക്കൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കും, എങ്കിൽ പോലും നമ്മളിപ്പോൾ എല്ലാ വള്ളവും ശ്രമിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ കുതിപ്പ്, ആ വെടി മുഴങ്ങുമ്പോൾ ആദ്യത്തെ കുതിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആഞ്ഞു ചലിപ്പിക്കും. അപ്പോൾ ആഞ്ഞിടുന്ന സമയത്ത് ഓരോ വള്ളത്തിൻ്റെ ഘടനയനുസരിച്ച് അല്പം കനം കുറഞ്ഞ വള്ളത്തിന് പെട്ടെന്ന് മുന്നോട്ട് ചാടാൻ പറ്റും. അല്പം കട്ടുകൂടിയ വള്ളമാണെങ്കിൽ അല്പം സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കട്ടി കൂടിയ വള്ളത്തിന് മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വള്ളത്തിൽ ഒന്ന് രണ്ട് തുഴ അഴിഞ്ഞു പോയാൽ പോലും, ബലം കുറഞ്ഞാൽ പോലും വള്ളം മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കനം കുറഞ്ഞ വള്ളത്തിന് ഈ അഡ്വാൻറ്റേജ് ഉണ്ട് ചാടുന്നത്. പക്ഷേ എപ്പോഴും നല്ല ഫോഴ്സ് തന്നെ. തുഴച്ചിലിൻ്റെ ഓരോ ഘട്ടത്തിലും റിസ്ക് ഉണ്ട് അല്ലേ? ഓരോ ഘട്ടത്തിലും റിസ്ക് ഉണ്ട്. അപ്പം നമ്മുടെ വള്ളം വീവരം വള്ളം അല്പം കട്ടി കുറഞ്ഞ വള്ളമാണ്. ആദ്യം കുതിപ്പിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ്. അത് വേണം നിലനിർത്തി കഴിഞ്ഞ തവണത്തെ പോലെ. അതെ, നെഹ്റു ട്രോഫി 1150 മീറ്ററോളം ദൂരമുണ്ട്. നല്ല ദൂരമുള്ള ട്രാക്കാണ്, നല്ല ട്രാക്കാണ്. ഏതാണ്ട് തുല്യ നീതിയുണ്ട് ട്രാക്കിലൊക്കെ, മറ്റു മത്സര വള്ളംകളികൾ പോലെയല്ല. അപ്പോൾ അവിടെ നമ്മൾ തുല്യശക്തികളാണ്. എല്ലാ പരിശീലനത്തോടും പൂർണ്ണതയോടും കൂടി അവിടെ എല്ലാവരും വരുന്നത്. അപ്പോൾ തുല്യശക്തികളായിരിക്കും അവിടെ. പിന്നെ അന്നത്തെ കായിക താരങ്ങളുടെ ഒരു മാനസികാവസ്ഥ, മനസാന്നിധ്യമുണ്ട്. അതിനുവേണ്ടി നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് പിള്ളേർ. നമ്മൾ ആ മത്സരത്തിൽ ഒരു മനോവൈര്യം പ്രധാനമാണ്. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ലീഡ് കിട്ടാതിരിക്കാം, പക്ഷേ പിന്നീട് ഇടയ്ക്കുള്ള ഒരു ഭാഗമുണ്ട്. ആ ചിറകേറുന്ന സമയത്തൊക്കെ തന്നെ അല്പം കട്ടി കൂടുതലുള്ള സ്ഥലം കൂടാണ്. ആ സമയത്ത് വേറൊരു തന്ത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, അവിടെ തുഴ ആഞ്ഞ് താത്ത് വലിച്ച് ഒരുപാട് എണ്ണം കൂട്ടാതെ വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അത് മെയിൻറ്റെയിൻ ചെയ്യുക. ലീഡ് കിട്ടുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ലീഡ് ഇല്ലെങ്കിൽ അവിടെ വെച്ച് അത് പിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ചരമുറി കഴിയാമെന്ന് നമ്മൾ പറയും. ചരമുറി കഴിയുമ്പോൾ ഫിനിഷിങ്ങിലേക്ക് കിടക്കുകയാണ്. ഫിനിഷിങ്ങിൽ സർവ്വശക്തിയും എടുത്ത്, എല്ലാ ശക്തിയും എടുത്ത് ഫിനിഷിങ്ങിലേക്ക് കുതിക്കുക എന്നുള്ളതാണ്. ആ കുതിപ്പിലാണ് ജയവും പരാജയവും തീരുമാനിക്കുന്നത്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ എപ്പോഴും മൈക്രോ സെക്കൻഡുകൾക്കാണ്. കഴിഞ്ഞ വർഷവും എല്ലാം തന്നെ പിറകെ നിൽക്കുന്നവർ പോലും കുതിച്ചു വന്ന ആ സമയത്ത് മുന്നേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്.